നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ എപ്പം നമ്മൾ ഓപ്പൺ ആക്കിയാലും എന്താ കാണുന്നറിയാവോ? രേണുസുതി രേണുസുതി രേണുസുതി. ശരിക്കും രേണുസുതിയുടെ കുറേ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും എന്നെ ഞെട്ടിച്ച് കഴിഞ്ഞു അതെല്ലാം. രേണുസുതി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പുള്ളിക്കാരി പറയുകയാണേ, എൻ്റെ ജീവിതം നൂൽപ്പാലത്തിലൂടെയാണ് പോകുന്നതെന്ന് പറയുന്നു. അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ ശരിക്കും നമുക്ക് വളരെയധികം പുച്ഛം തോന്നും ഓരോ ദിവസവും. കാരണം അവരുടെ ഹസ്ബൻഡ് ഒരു കലാകാരനാണ്. ഈ കലാകാരനായതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടി. അവർക്ക് സ്ഥലം കിട്ടി, അവർ വീട് വെച്ചു കൊടുത്തു, വീടിനകത്ത് വേണ്ട സർവ്വ സാധനങ്ങളും അവർ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ കൊച്ചിനെ ആണെങ്കിൽ മൂത്ത കൊച്ചിനെ ഫ്ലവേഴ്സുകാർ പഠിപ്പിക്കുന്നു. പിന്നെ ആ മൂത്ത കൊച്ചെന്ന് പറയുന്നത് അവരുടെ അപ്പൻ്റെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നതെന്നും പറയുന്നുണ്ട്. പിന്നെ പോക്കറ്റ് മണിയായിട്ട് വല്ലതും രേണുവിന് കൊടുത്താൽ മതി, ബാക്കിയെല്ലാം വേറെ മറ്റുള്ളവരാണ് എല്ലാം ഡീൽ ചെയ്യുന്നത്. പിന്നെ പോട്ടെ, ഇളയ കൊച്ചിൻ്റെ കാര്യമേ ഉള്ളൂ. ആ ഇളയ കൊച്ചിൻ്റെ അത് കുഞ്ഞു കൊച്ചല്ലേ, അത് പഠിച്ചു. അപ്പോൾ അതിൻ്റെ കാര്യം നോക്കാൻ ഇത്ര വലിയ കഷ്ടപ്പാടൊന്നും വരത്തില്ല ജീവിതത്തിൽ. എന്തായാലും ഒരു ജോലി ചെയ്താലും നമുക്ക് ജീവിച്ചു പോകാം. പിന്നെ രേണുസുതിക്ക് വേണമെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുകയോ കല്യാണം കഴിക്കാതിരിക്കുകയോ എന്ത് വേണമല്ലോ, ഇവിടെ ആർക്കും ഒരു കുഴപ്പവുമില്ല. രേണുസുതിക്ക് എപ്പം വേണമെങ്കിലും കെട്ടാം, അത് അവനവൻ്റെ ഇഷ്ടമാണ്, ആരും ചോദിക്കാനില്ല. അതുപോലെ തന്നെ രേണുസുതിക്ക് അഭിനയിക്കാം, ഇവിടെ ആരും ഒന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന കുറേ അഹങ്കാര വർത്തമാനങ്ങളുണ്ട്. നിങ്ങൾ പറയുന്നു നിങ്ങൾ ഒറ്റപ്പെട്ടാണെന്നും. ശരിയാ, തീർച്ചയായിട്ടും ജീവിതത്തിൽ നമുക്ക് ഒരു കൂട്ടായിട്ട് ആരും നമ്മുടെ സ്വന്തം ഭർത്താവിൻ്റെ ഒപ്പം ആരും അതുപോലെ ആരും നമുക്ക് തുല്യത വെക്കാനില്ല. അപ്പോൾ നമ്മൾ ഒറ്റപ്പെടും. പക്ഷേ എങ്കിലും നിങ്ങളെ കൈപിടിച്ച് കൊടുക്കാൻ ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെ വിഷമമുള്ള ജീവിത സാഹചര്യങ്ങളിൽ ലക്ഷ്മി നക്ഷത്രം എന്ന് പറയുന്ന ആ പെൺകുട്ടി നിങ്ങളെ സഹായിച്ചിട്ടില്ലേ? അവർ നിങ്ങൾക്ക് എന്താണെന്നൊരു മാസം ഒരു വരുമാനം തരുന്നുണ്ടായിരുന്നല്ലോ. നമ്മുടെ നാട്ടിൽ എത്രയോ പേരുണ്ടെന്നറിയാവോ? ഓരോ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും ഒക്കെ ഒരു സ്ത്രീ തന്നെ ജീവിച്ച് വളർത്തുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെ ഒരു കുടുംബത്തിനെ പ്രാരാബ്ധം ഏറ്റെടുക്കുന്ന സ്ത്രീകളുണ്ട്. നമ്മൾ ആരെയും വെളിയിൽ കാണാഞ്ഞിട്ടാണ് ഇതുപോലെ പുറത്തോട്ട് വന്ന് അവരവരുടെ കാര്യങ്ങൾ പറയാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ രേണുസുതി എപ്പോഴും പറയും, ഞാൻ കിച്ചുവിൻ്റെ അമ്മയാണ്, അവനാണ് എന്നെ ആദ്യമായിട്ട് വിളിച്ചത്, അതുപോലെ തന്നെ കിച്ചുവിനെ ഞാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടതാണ്. പിന്നെ ആ കിച്ചു എന്ന് പറഞ്ഞ ആ കുട്ടി എത്രയാന്ന് പറഞ്ഞാലും ഇപ്പം തുറന്നു പറയുമോ? അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാനേ അവർ പറയത്തുള്ളൂ. കാരണം എന്തിനാണ് വെറുതെ അതും ഇതും പറഞ്ഞൊരു വെറുപ്പ് സമ്പാദിക്കുക? ആ കുട്ടി അങ്ങനൊന്നും പറയാനും പോകത്തില്ല. അല്ലാതെ അതിന് ചിലപ്പം മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് പറയുമോ? ഇല്ല. ഇനി എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാലും അതിനെ പ്രസവിച്ച അമ്മയൊന്നും അല്ലല്ലോ, കുറച്ചാൾ വളർത്തിയെന്നല്ലേ ഉള്ളൂ. അപ്പം എല്ലാം മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലത്. അല്ലാതെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ചുമ്മാ അതും ഇതും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ജനങ്ങൾക്ക് ബോറാകും. അതുകൊണ്ട് നിങ്ങളത് മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക.